ഹലോ ഓൾ, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് അനലോഗ് സർക്യൂട്ട്സിലെ ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ എന്നുള്ള ടോപ്പിക്കാണ്. ശരിക്കും ഈ ടോപ്പിക്ക് വരുന്നത് നമ്മുടെ 5th മൊഡ്യൂളിൽ നമ്മുടെ 2nd ചാപ്റ്ററിലാണ് സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ വരുന്നത്. അപ്പോൾ നമുക്ക് 2 വോൾട്ടേജ് റെഗുലേറ്ററാണ് ബേസിക്കലി പഠിക്കാനുള്ളത്. ഒന്ന് സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററും ഒന്ന് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററും. ഈ 2 റെഗുലേറ്ററിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സർക്യൂട്ട്സും കൂടി നമുക്ക് സിലബസിൽ കവർ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സെനർ വോൾട്ടേജ് റെഗുലേറ്റർ അറിയാം. ഇതായിരുന്നു ഒരു സെനർ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ സർക്യൂട്ട് അല്ലേ. അപ്പോൾ ഒരു സെനർ വോൾട്ടേജ് റെഗുലേറ്റർ നോക്കുകയാണെങ്കിൽ ബേസിക്കലി നമുക്കറിയാം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സെനർ ഡയോഡിനനുസരിച്ച് സെനർ ഡയോഡിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഈ സർക്യൂട്ട് പഠിച്ച സമയത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു VZ = V ഔട്ട് ആയിരിക്കും. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത് ഐഡിയൽ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ സെനർ വോൾട്ടേജിന് ഇക്വലൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇങ്ങനെയായിരുന്നല്ലോ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ലൈറ്റ് മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ പഠിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി ട്രഡീഷണലി നമുക്കുള്ള ഈ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടിൻ്റെ കൂടെ നമ്മൾ അഡീഷണലി ഒരു BJT കൂടി ആഡ് ചെയ്യും. BJT ഞാൻ ആഡ് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണെങ്കിൽ, ഔട്ട്പുട്ടിന് സീരീസ് ആയിട്ടാണെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയാം. ഷണ്ടായിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ പാരലായിട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ട്രാൻസിസ്റ്റർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതാണ് ആക്ച്വലി നമ്മുടെ ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ സിമ്പിളായിട്ടുള്ള ഫിഗർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആസ് യൂഷ്വൽ ഒരു സെനർ ഡയോഡ് ഞാൻ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്തു അല്ലേ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു സീരീസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ ടിപ്പിക്കൽ ഫിഗർ പോലെ തന്നെ സെനർ ഡയോഡും റെസിസ്റ്റൻസും കണക്ട് ചെയ്തു. ഇതിന് പുറമെ അഡീഷണലി ഞാൻ എന്ത് ചെയ്തു? Q1 എന്നുള്ളൊരു കപ്പാസിറ്റർ എന്ത് ചെയ്തു? Q1 എന്നുള്ളൊരു ട്രാൻസിസ്റ്റർ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു അല്ലേ. ഒരു NPN ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തു. ഈ NPN ട്രാൻസിസ്റ്ററിന് ഔട്ട്പുട്ടായിട്ട് ഞാനൊരു ഒരു ലോഡ് റെസിസ്റ്റർ വഴിയാണ് ഞാൻ ഔട്ട്പുട്ട് എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന പാരാമീറ്റർ സെനർ ഡയോഡിന് മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ഈ NPN ട്രാൻസിസ്റ്ററിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരിക? ഔട്ട്പുട്ട് വോൾട്ടേജ് വരിക. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ 2 പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് വരിക. ഒന്ന് നമ്മുടെ സെനർ വോൾട്ടേജും ഒന്ന് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുക. അപ്പോൾ നമുക്കറിയാം നമ്മൾ സെനർ ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? റിവേഴ്സ് ബയാസ് ആയിട്ടാണ്. അതായത് ഈ സെനറിൻ്റെ നെഗറ്റീവിലേക്ക് പോസിറ്റീവ് വോൾട്ടും സെനറിൻ്റെ പോസിറ്റീവിലേക്ക് നെഗറ്റീവ് വോൾട്ടേജുമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വോൾട്ടേജ് വരുന്നുണ്ട്. ഏതാണ്? VBE അല്ലേ. എങ്ങനെയല്ലേ VBE വരിക? പ്ലസ് മൈനസ്. അപ്പോൾ നമ്മൾ 2 ബാറ്ററീസ് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? മൈനസ് പ്ലസ് പ്ലസ് മൈനസ് ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുമ്പോൾ സെനർ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ബേസ് എമിറ്റർ വോൾട്ടേജ് സബ്ട്രാക്ട് ചെയ്യുന്ന ഒരു റിസൾട്ടായിരിക്കും എനിക്ക് ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കിട്ടുക. ഓക്കെ, അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, ലോജിക്ക്. അപ്പോൾ നമുക്കിതിൻ്റെ തിയറി നോക്കാം. ഇൻ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ the variable impedance device is adjusted according to the variations in the output voltage to achieve the regulation. Okay, hence the transistor is used as a series pass element whose impedance is varied according to the input variations or load variations. അപ്പോൾ നമ്മൾ ലൈൻ റെഗുലേഷൻ ലോഡ് റെഗുലേഷൻ പറഞ്ഞിരുന്നു. ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്താലും ലോഡ് വേരി ചെയ്താലും നമുക്ക് ത്രൂ ഔട്ട് ഒരു കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്കിവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ കേസിൽ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ സർക്യൂട്ട് കാണാം. ഈ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് എനിക്ക് കണ്ടുപിടിക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഇക്വലൻ്റ് ടു സെനർ വോൾട്ടേജ് മൈനസ് VB ആയിരിക്കും. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സിലിക്കൺ ആണെങ്കിൽ 0.7 ആയിരിക്കും VBൻ്റെ വാല്യൂ, ജർമ്മേനി ആണെങ്കിൽ 0.3 ആയിരിക്കും.
അപ്പോൾ നമ്മൾ അപ്പോൾ ബേസിക്കലി എന്തായിരിക്കും, നമ്മൾ ഇപ്പോൾ ഒരു 5 വോൾട്ടിൻ്റെ സെനർ ഡയോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 4.3 വോൾട്ട് ആയിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇതാണല്ലോ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക്ക്. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം വി ഔട്ട് പ്ലസ് വി ബി എന്ന് പറഞ്ഞാൽ എന്തെഴുതാം, വി സെറ്റ് എഴുതാം. അതായത് ഈ വി സെറ്റ് ഈ വി ബിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ വി ഔട്ട് പ്ലസ് വി ബി ഈക്വൽ ടു വി സെറ്റ് എന്ന് കിട്ടും. വി സെറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ സർക്യൂട്ട് പഠിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഡിസൈൻ ഇക്വേഷൻസും കൂടി നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെയുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഈ RS എന്നുള്ള റെസിസ്റ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു VI മൈനസ് VZ ഹോൾ ഡിവൈഡർ ബൈ IZ പ്ലസ് IS ആയിരിക്കും. എന്താണ് VI? VI എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ്, അതാണ് VI. VZ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെനർ വോൾട്ടേജ്. IZ എന്ന് പറഞ്ഞാലോ ഇതിലൂടെ ഒഴുകുന്ന സെനറിലൂടെ ഒഴുകുന്ന കറൻറ്റാണ് IZ, ഈ സോഴ്സ് റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന കറൻറ്റാണ് IS. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ വെച്ചിട്ട് നമുക്ക് RS കണ്ടുപിടിക്കാം. VI മൈനസ് VZ ഹോൾ ഡിവൈഡർ ബൈ IZ പ്ലസ് IS. ഇവിടെ VZ എന്ന് പറയുന്നത് ബേസിക്കലി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ന്യൂമറിക്കൽ വർക്കൗട്ട് നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓരോ മൊഡ്യൂളിൻ്റെയും ഒബ്ജക്റ്റീവ് ഡിസ്കഷൻ നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതാണ് ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ വളരെ സിമ്പിൾ മാനറിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസസ് ദ ഇൻക്രീസ്ഡ് ബേസ് എമിറ്റർ വോൾട്ടേജ് കോസസ് Q1 ടു കണ്ടക്ട് മോർ thereby raising the output voltage. As a result, the output voltage maintained at a constant level. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വേണ്ടത് എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയാൻ പാടില്ല അല്ലേ. സപ്പോസ് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയുകയാണെങ്കിൽ എന്ത് കിട്ടും, നിങ്ങൾ നോക്കണേ. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് ഇതിൻ്റെ ഒരു സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് കാരണം Q1 എന്നുള്ള ട്രാൻസിസ്റ്റർ മോർ കണ്ടക്ട് ചെയ്യും. അപ്പോൾ Q1 എന്നുള്ള ട്രാൻസിസ്റ്റർ മോർ കണ്ടക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടും. അപ്പോൾ മേ ബി വളരെ ക്ലിയർ ആണ്, ഒരു നമ്മുടെ നെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ കൂടുതൽ കണ്ടക്ട് ചെയ്യും. ട്രാൻസിസ്റ്റർ കൂടുതൽ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കുറവായിരിക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ നിങ്ങൾ നോക്ക്. രണ്ടാമത്തെ കണ്ടീഷനിൽ ഇവിടെ പറയുന്നുണ്ട് ഇഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസസ് ദ ഡിക്രീസ്ഡ് ബേസ് എമിറ്റർ വോൾട്ടേജ് കോസസ് ട്രാൻസിസ്റ്റർ Q1 ടു കണ്ടക്ട് ലെസ് thereby reducing the output voltage. Consequently, the output voltage is maintained at a constant level. അപ്പോൾ അടുത്ത കണ്ടീഷൻ എന്താണ് പറയുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ അല്ലേ. എപ്പോഴാണോ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യും, Q1 എന്നുള്ള ട്രാൻസിസ്റ്റർ ലെസ് കണ്ടക്ട് ചെയ്യും. Q1 എന്നുള്ള ട്രാൻസിസ്റ്റർ ലെസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് പറയാം, ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ Q1 ലെസ് കണ്ടക്ട് ചെയ്യും, ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയുമ്പോൾ Q1 മോർ കണ്ടക്ട് ചെയ്യും, അങ്ങനെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസിസ്റ്റർ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ സിമ്പിൾ വർക്കിംഗ് പറയാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ലോജിക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സീരീസ് ട്രാൻസിസ്റ്റർ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഒരു സ്ലൈറ്റ് മോഡിഫിക്കേഷൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് 10 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ വരയ്ക്കേണ്ടത് ഈ ഫിഗർ ആയിരിക്കണം. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഈ ഒരു സർക്യൂട്ടിനെ ഡിസൈൻ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഓൾറെഡി ബേസിക് ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ പഠിച്ചു, സിമ്പിൾ സർക്യൂട്ടാണ്. ഇതിനെ നമുക്ക് സ്ലൈറ്റ് മോഡിഫിക്കേഷൻ വരുത്താം. അതായത് സീരീസ് ഫീഡ്ബാക്ക് വോൾട്ടേജ് റെഗുലേറ്റർ ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് ഓൾറെഡി ഉള്ള എൻ്റെ വോൾട്ടേജ് റെഗുലേറ്ററിൽ ഞാൻ ഫീഡ്ബാക്കും കൂടി ആഡ് ചെയ്യാണ്, നെഗറ്റീവ് ഫീഡ്ബാക്കും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എൻ്റെ സർക്യൂട്ടിനെ സ്ലൈറ്റ് മോഡിഫിക്കേഷൻസ് വരുത്താണ്. എല്ലാവരും നോക്കണേ, ടിപ്പിക്കലി നമുക്ക് ഉണ്ടായിരുന്ന ഒരു അറേഞ്ച്മെൻറ്റ് നമുക്കറിയാം ഓൾറെഡി. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിൽ ഞാൻ ആകെ വ്യത്യാസം വരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ Q2 എന്നുള്ള ട്രാൻസിസ്റ്ററും സെനർ ഡയോഡും ഓൾറെഡി നമുക്കുണ്ടായിരുന്നു. ഇതിന് പുറമെ നമ്മൾ പ്രോപ്പർ ബയാസിങ്ങിന് വേണ്ടിയിട്ട് 3 ബയാസിങ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തു. ഇതിന് R1 എന്നും
ഈ രണ്ട് റെസിസ്റ്റേഴ്സിനെ കോമൺ ആയിട്ട് R2 എന്നും പറയാം. ഇതിന് ഈ R2 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ബയാസിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്തിട്ട് രണ്ട് അഡീഷണൽ റെസിസ്റ്റൻസ്, ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക, R1ഉം R2ഉം. ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മളൊരു ട്രാൻസിസ്റ്റർ Q1ഉം യൂസ് ചെയ്തു. അപ്പോൾ ഇതൊരു എറർ ഡിറ്റക്ടർ, ഒരു എന്തെങ്കിലും എറേഴ്സൊക്കെ വരികയാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനും കൂടിയാണ് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഈ 3 പാർട്ട് യൂസ് ചെയ്യുന്നത്. അതിന് പുറമെ നമ്മളിപ്പോൾ ഒരു അഡീഷണൽ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ R3 എന്നുള്ളൊരു സീരീസ് നെറ്റ് റെസിസ്റ്റൻസും എന്ത് ചെയ്തു, യൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പോൾ നമ്മുടെ ടിപ്പിക്കലി ഉള്ള ഒരു വോൾട്ടേജ് റെഗുലേറ്ററിൽ നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് എംപ്ലോയ് ചെയ്യാൻ നമ്മൾ അഡീഷണലി ആഡ് ചെയ്താണ് ഒരു ട്രാൻസിസ്റ്ററും നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റേഴ്സും R3 എന്നുള്ള ഒരു അഡീഷണൽ റെസിസ്റ്റൻസും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോപ്പർ ഫീഡ്ബാക്കിംഗ് നമ്മുടെ സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൽ എംപ്ലോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ നോട്ട്സ് നോക്കുകയാണെങ്കിൽ, ഇറ്റ് എംപ്ലോയ്സ് എ പ്രിൻസിപ്പിൾ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ടു ഹോൾഡ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് ഡിസ്പൈറ്റ് ചേഞ്ചസ് ഇൻ ദി ലൈൻ വോൾട്ടേജ് ആൻഡ് ലോഡ് കറൻറ്റ്. ലൈൻ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചും ലോഡ് കറൻറ്റ് കൂടുന്നതിനനുസരിച്ചും ത്രൂ ഔട്ട് നമ്മുടെ ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആവും ഈ സർക്യൂട്ടിൽ. ദ ട്രാൻസിസ്റ്റർ Q2 is called a pass transistor because all the load current passes through it. The sample and adjust circuit is the voltage divider that consists of R1 and R2. ഈ R1 and R2ൻ്റെ പ്രത്യേകത അത് അഡ്ജസ്റ്ററാണ്. നമുക്ക് R2 ആണെങ്കിൽ എന്ത് ചെയ്യാം, R1ൻ്റെ R2ൻ്റെ വാല്യൂ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. The voltage divider samples the output voltage and delivers a negative feedback voltage to base of Q1. Q1ൻ്റെ ബേസിലേക്ക് നമുക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയ് ചെയ്യാൻ പറ്റും. ദ ഫീഡ്ബാക്ക് വോൾട്ടേജ് VF കൺട്രോൾ ദി കളക്ടർ കറൻറ്റ് ഓഫ് Q1. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കറൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഈ അഡീഷണൽ യൂസ് ചെയ്ത ട്രാൻസിസ്റ്ററിൻ്റെ ഫീഡ്ബാക്ക് വോൾട്ടേജ് VF ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ വർക്കിംഗ് ഇക്വേഷൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ബേസിക്കലി എഴുതാം. ഇവിടെ RS എന്ന് എഴുതിയിരിക്കുന്നത്, വി ഔട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ വി ഔട്ട് ഈസ് ഈക്വൽ ടു VZ പ്ലസ് VB ബൈ M ആയിരിക്കും. എന്താണ് VZ? സെനർ വോൾട്ടേജ് ആണ് ആക്ച്വലി VZ. ഇതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയാം. VB എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ്. M എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫീഡ്ബാക്ക് ഫ്രാക്ഷനാണ് M എന്ന് പറയുന്നത്. M എന്താണെന്ന് നമുക്ക് പറയാം. M എന്ന് പറയുന്നത് ആക്ച്വലി VF എന്നുള്ള വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു പാരാമീറ്ററാണ് M എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിൽ നമുക്കിതിൻ്റെ വർക്കിംഗ് ഇക്വേഷൻസ് എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ VF എന്ന് ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി VZ പ്ലസ് VB ആണ്. VZ പ്ലസ് VBക്കാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയാം, VF എന്ന് പറയാം. അപ്പോൾ VF എന്താണെന്ന് നമുക്ക് ബേസിക്കലി അറിയാം. VF എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, VZ പ്ലസ് VB ആണ്. അപ്പോൾ ഇതിന് നേരത്തെ മൈനസ് ആയിരുന്നു, ഇവിടെ പ്ലസ് ആയിരിക്കും. നമ്മളതിൻ്റെ കണ്ടീഷൻസ് നോക്കിയാൽ മനസ്സിലാവും. കാരണം ട്രാൻസിസ്റ്റർ നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിതിൻ്റെ ഇക്വേഷൻസ് എഴുതി. ഇതിൽ എന്താണ് M എന്ന് പറയുന്നത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. M എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്നാണ് M എന്ന് പറയുന്നത്. M നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല VF ബൈ V ഔട്ടാണ് ആക്ച്വലി എന്ത് വരിക, M വരിക. അപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ നോക്ക്, VF എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, വി ഔട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്. അപ്പോൾ ഇതിനെ നമുക്ക് റെസിസ്റ്റൻസ് വെച്ച് മാച്ച് ചെയ്യാം. VF എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്കിവിടെ കിട്ടുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ആണ്. R2 എന്നുള്ള റെസിസ്റ്ററിന് ഇക്വാലൻ്റ് ആയിരിക്കും VF. അപ്പോൾ ഇതിൻ്റെ കറണ്ട് ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഓംസ് ലോ വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ വി ഔട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നെറ്റ് റെസിസ്റ്റൻസ് ആയ R1 പ്ലസ് R2ൻ്റെ സം ആയിരിക്കും ആക്ച്വലി എന്ത് വരിക, വി ഔട്ട്. അപ്പോൾ നമുക്ക് ബേസിക്കലി എഴുതാം VF ബൈ വി ഔട്ടിന് പകരം എനിക്ക് എന്ത് എഴുതാം, R2 ബൈ R1 പ്ലസ് R2 എന്ന് എഴുതാം. R2 ബൈ R1 പ്ലസ് R2. ഇനി ഞാൻ ഇതേ സർക്യൂട്ടിൻ്റെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താണ് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, ഇതാണല്ലോ ഗെയിൻ എന്ന് പറയുന്നത്. അതായത് VF ബൈ വി ഔട്ട് ആയിരുന്നു എൻ്റെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ വി ഔട്ട് ബൈ VF എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും, ഇതിൻ്റെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ആയിരിക്കും ACL. അപ്പോൾ നമുക്കിതിനെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിനിൽ എൻ്റെ ബേസിൽ ഞാൻ ഇതിൻ്റെ ഇക്വേഷൻസ് എഴുതുകയാണെങ്കിൽ എനിക്കിതിനെ എഴുതാം 1/m എന്ന് എഴുതാം. അപ്പോൾ ഓൾറെഡി M നമുക്ക് കിട്ടി R2 ബൈ R1 പ്ലസ് R2 ആണ്. അപ്പോൾ ACL നമുക്ക് എങ്ങനെ എഴുതാം, R1 പ്ലസ് R2 ബൈ R2 എന്ന് എഴുതാം. നേരെ തിരിച്ചെഴുതാം. R1 പ്ലസ് R2 ബൈ R2 അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, 1 പ്ലസ് R1 ബൈ R2 എന്ന് എഴുതാം. ദിസ് ഈസ് ദ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം. നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് എഴുതാം, അപ്പോൾ നമുക്കിവിടെ VF അറിയാം ഓൾറെഡി, VZ പ്ലസ് VB ആണ്.
അല്ലേ? വി എഫിന് പകരം എനിക്ക് വേണമെങ്കിൽ എം ഇൻറ്റു വി ഔട്ട് എന്ന് എഴുതാം അല്ലേ? എം എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഇൻറ്റു വി ഔട്ട്. ഇതും എന്തായിരിക്കും? വി സെഡ് പ്ലസ് വി ബി ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് വി ഔട്ട് കണ്ടുപിടിക്കാം. എന്താ വരിക? അപ്പോൾ ശ്രദ്ധിക്കണേ, ആ സ്റ്റെപ്പ് ഞാനിവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് ഇക്വേഷൻസ് മാത്രം ആദ്യം എഴുതിയതാണ്. അപ്പോൾ നമുക്ക് ഞാൻ എന്താണ് എം എന്ന് പറഞ്ഞു, എന്താണ് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ബേസിക് കണ്ടീഷൻ പ്രകാരം എനിക്ക് എഴുതാം, നമ്മുടെ ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് വി സെഡ് പ്ലസ് വി ബി ആണ്. ഓക്കെ, അപ്പോൾ ഈ വി എഫിന് പകരം എനിക്ക് ഈ ഫിഗറിൽ വി എഫിന് പകരം എനിക്ക് എന്ത് എഴുതാം? വി എഫ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് വോൾട്ടേജ് ആയതുകൊണ്ട് ഇതിനെ എം ഇൻറ്റു വി ഔട്ട് എന്ന് എഴുതാം. അതായത് എന്താണ്? വി ഔട്ട് ബൈ, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, എം ബൈ, ശ്രദ്ധിക്കണേ, എം ഈക്വൽ ടു വി എഫ് ബൈ വി ഔട്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? എം ഇൻറ്റു വി ഔട്ട് ഈക്വൽ ടു എന്തെഴുതാം? വി സെഡ് പ്ലസ് വി ബി എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് വി ഔട്ട് കണ്ടുപിടിക്കാം. വി ഔട്ട് എന്താ വരിക? വി സെഡ് പ്ലസ് വി ബി ബൈ എം. ഇതാണ് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്ന വർക്കിംഗ് ഇക്വേഷൻ. ഇതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ഓൾറെഡി എനിക്ക് എം കിട്ടി, അല്ലെങ്കിൽ 1/m ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈ ഇക്വേഷൻ എനിക്ക് വളരെ സിമ്പിൾ വേയിലൂടെ എഴുതാം. വി ഔട്ട് ഇസ് ഈക്വൽ ടു എന്തെഴുതാം? എ സി എൽ 1/m എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ആണ്, ഇൻറ്റു വി സെഡ് പ്ലസ് വി ബി എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. പ്രൂഫ് ഞാൻ ഇതിൻ്റെ സ്ലൈഡിൽ കാണിച്ചിട്ടില്ലെങ്കിലും ഈ പ്രൂഫ് വെച്ച് നമുക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഓൾറെഡി ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ പറഞ്ഞു, വി സെഡ് പ്ലസ് വി ബി ബൈ എം. അപ്പോൾ എന്താണ് എം നമ്മൾ കണ്ടുപിടിച്ചു. എമ്മിനെ നമുക്ക് എങ്ങനെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ്റെ ടേമിൽ എഴുതാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ചെറിയ ഡെറിവേഷൻസ് എഴുതി. വി ഔട്ട് ഈക്വൽ ടു ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ഇൻറ്റു വി സെഡ് പ്ലസ് വി ബി എന്ന് എഴുതാം. അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിന് പകരം നമുക്ക് 1/m എന്ന് എഴുതാം. അല്ലെങ്കിൽ എനിക്ക് എന്തെഴുതാം? ക്ലോസ്ഡ് ലൂപ്പ് ഗെയിന് പകരം എനിക്ക് 1 + R1/R2 എന്നൊക്കെ എഴുതാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ വർക്കിംഗ് ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്നത്. എല്ലാവർക്കും ലോജിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ പഠിക്കാം. ഓക്കെ.